നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ വലിയ വർഗീയ സംഘർഷം നടക്കുകയാണ്. തെക്കൻ നേപ്പാൾ കേന്ദ്രീകരിച്ചാണ് വർഗീയ സംഘർഷം നടന്നുകൊണ്ടിരുന്നത്. 3 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് പോലീസ് വെടിവെപ്പിലാണ്. എന്തായാലും അവിടെ വർഗീയ കലാപം 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ തമ്മിലാണ്. ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ മുസ്ലിം വിഭാഗം കല്ലെറിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ആ സംഘർഷത്തിന് കാരണമായി മാറിയത്. എന്തായാലും ഇപ്പോൾ സംഘർഷം നിയന്ത്രണാധീനമായിട്ടുണ്ടെന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇതുവരെയും പുതിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പുതിയ ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം മാസങ്ങൾക്കകം തന്നെ വീണ്ടും രാജ്യത്ത് വർഗീയ കലാപം ഉടലെടുത്തത് രാജ്യത്തെ വലിയ രീതിയിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഭരണകൂടത്തിനെതിരെ നേപ്പാളിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. ആ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് അവിടുത്തെ ഭരണകൂടം തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രിയും സർക്കാരും രാജിവെക്കുന്നു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നേപ്പാളിൽ നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നേപ്പാളിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി മാറിക്കിട്ടിയത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നേപ്പാളിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്ന ഒരു പുതിയ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്. ബാലേന്ദ്ര ഷാ എന്ന പ്രധാനമന്ത്രി അധികാരമേറ്റെടുത്തത്. എന്നാൽ അധികാരമേറ്റതിന് ശേഷം അത്ര കണ്ട് പുറത്ത് ഒരു പബ്ലിക് എക്സ്പോഷർ ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഈ ബാലേന്ദ്ര ഷാ. പ്രധാനമന്ത്രി അധികാരമേറ്റെടുത്തതിന് ശേഷം അങ്ങനെ അദ്ദേഹം പൊതുചടങ്ങുകളിലൊന്നും പങ്കെടുക്കാറില്ല. മാത്രമല്ല വിദേശ സന്ദർശനങ്ങളും നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വർഗീയ കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഇതാദ്യമായി അധികാരമേറ്റ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതാദ്യമായി ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. എല്ലാ വിഭാഗങ്ങളും നേപ്പാളിൽ ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ മതസൗഹാർദ്ദം നിലനിർത്തണം, വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കണം, എല്ലാവരും സംയമനം പാലിക്കണം എന്നാണ് നേപ്പാൾ പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. അതായത് ഹിന്ദു ഘോഷയാത്ര തടയുകയും ആ ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ വലിയ കലാപമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഈ കലാപ സാധ്യത അതത് സർക്കാരുകൾ തടഞ്ഞിട്ടുണ്ട്. നേപ്പാളിലും സമാനമായ ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഹിന്ദു ഘോഷയാത്രയെ ആക്രമിക്കുന്നു, തുടർന്ന് ഹിന്ദുക്കൾ തിരിച്ച് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, മുസ്ലിം പള്ളികളടക്കം തകർക്കുന്നു. മുസ്ലിം പള്ളികളുടെ ദന്തഗോപുരങ്ങൾ തകർക്കുന്നത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അത്രമാത്രം വളരെ ഗുരുതരമായ അതിക്രമങ്ങളാണ് നേപ്പാളിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടന്നു വന്നിരുന്നത്. അത് തീർച്ചയായും ഈ ഒരു പ്രകോപനത്തിൻ്റെ പേരിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജനങ്ങളോട് ശാന്തരായിരിക്കാൻ ഇപ്പോൾ സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായതും സർക്കാർ കടപുഴകി വീണതും. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു, വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നേപ്പാളിനെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ. രാജ്യത്തെ ജനസംഖ്യയിൽ 5% മാത്രമാണ് മുസ്ലിങ്ങൾ ഉള്ളത്. അതും ഈ 5% മുസ്ലിങ്ങളിൽ ഏതാണ്ട് 95-98% മുസ്ലിങ്ങളും താമസിക്കുന്നത് തെക്കൻ നേപ്പാളിലാണ്. അവിടെയാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ജില്ലകളിലാണ് ഇപ്പോൾ ഈ അക്രമം നടന്ന സുൻസാരി ജില്ലയിൽ പോലും ഏതാണ്ട് 11% മുസ്ലിങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഈ 2 വിഭാഗങ്ങൾ തമ്മിലാണ് ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടാകുന്നത്. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘർഷം ഉണ്ടാകുന്നത്. എന്തായാലും സംഘർഷം ഇപ്പോൾ നിയന്ത്രണാധീനമായിരിക്കുന്നു. സർക്കാരിൻ്റെ വളരെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുന്നു. അധികാരമേറ്റതിന് ശേഷം വലിയ രീതിയിൽ പബ്ലിക് അപ്പിയറൻസ് നടത്തിയിട്ടില്ലാത്ത പ്രധാനമന്ത്രി ഉടൻ തന്നെ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഏതു നിമിഷവും അക്രമം പൊട്ടിപ്പുറപ്പെടാമെന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നേപ്പാൾ ഉള്ളത് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. കാരണം 2 സമുദായങ്ങൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കാനാണ് പോലീസ് വെടിയുതിർത്തത് എന്ന് നേപ്പാൾ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്.